നമസ്കാരം എല്ലാവർക്കും. ന്യൂസ് പള്ളിക്കുന്നതിൻ്റെ ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് ഇന്നലെ തുലാഘട്ട് പാർക്കിങ് ഞാൻ പുലർച്ചെ ഇന്നലെ കൂടെ തുലാഘട്ട് പാർക്കിങ് കൊണ്ട് നിർത്തുന്ന വീഡിയോ ഉണ്ടല്ലോ, നിർത്തി അവിടുന്ന് പുലർച്ചെ നമ്മളൊരു 3 മണിയായപ്പോൾ എടുത്ത് പോകുന്നത് ഞാൻ. കാരണം നമുക്ക് ലോഡായിട്ടുണ്ട്. ലോഡ് ദുർഗാപൂരിൽ നിന്നാണ് കയറ്റണം. മറ്റേ അണ്ണന്മാർ കയറ്റാൻ പോയില്ലേ, അണ്ണൻ വണ്ടിക്കാർ കയറ്റാൻ പോയില്ലേ, നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ലോഡറിക്ക് വണ്ടിക്കാർ കയറ്റാൻ പോയില്ലേ, അവിടേക്ക്. അപ്പോൾ ആ ദുർഗാപൂർക്കാണ് നമുക്ക് ലോഡുള്ളത്. അപ്പോൾ ഞാൻ ലോഡ് കയറ്റാൻ വേണ്ടി പോയി. ഇപ്പോൾ നമ്മൾ ബർദ്ധമാൻ എത്തി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക. അപ്പോൾ നമ്മുടെ കാലത്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളൊക്കെ ഈ വഴിക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായെന്നറിയാം. ഞാൻ മറ്റേ ആദിദേവ് കൊണ്ട് ആസാം പോയപ്പോൾ നമ്മൾ ഈ വഴിക്ക് വന്നാൽ പിന്നെ വന്നിട്ടേ ഇല്ല. 3-4 മാസമായി ആദിദേവ് കൊണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ആസാം പോയത്, പിന്നെ വന്നിട്ടില്ല നമ്മൾ. ഇതൊക്കെ രാത്രി വണ്ടികൾ നിർത്തി കിടന്ന് ഉറങ്ങണാട്ട വണ്ടിക്കാര്. ഉറങ്ങാൻ വേണ്ടി നിർത്തി കിടന്നുറങ്ങിയതാണ്. ഉറങ്ങണമാണ് ഈ കാണുന്നത്. മഞ്ഞുണ്ടോ? മഞ്ഞ് അങ്ങനെ ബർദ്ധമാനാവാറായി. ബർദ്ധമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് അരി വരുന്നത് മുഴുവൻ ഒരു നല്ലൊരു ശതമാനം അരി വരുന്നുണ്ട്. ഇത് അരിമില്ലുകളാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളീ കാണുന്നത് അരിമില്ലാണ്. നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് അരി വരുന്നതൊക്കെ ഈ ബർദ്ധമാനിൽ നിന്നാണ്. നല്ലൊരു ശതമാനം അരി ഇവിടുന്ന് വരുന്നുണ്ട് ബർദ്ധമാനിൽ നിന്ന്. നമ്മളങ്ങനെ ഇപ്പം ബർദ്ധമാനായിട്ടാ. ബർദ്ധമാൻ ആ ബസ് ഇറങ്ങി വരണ കേട്ടോ. അതാണ് ആ ബർദ്ധമാൻ ടൗണിലേക്ക് പോണ വഴി. നമ്മൾ ആസാമൊക്കെ പോകണം അങ്ങനെയാണ്. ആസാം സിലിഗുഡി കഴിഞ്ഞിട്ടാണ് ഈ ആസാം. ആ വഴിക്കാണ് പോവാറ്. ബർദ്ധമാൻ, അത് ബർദ്ധമാൻ ടൗൺ. നമുക്ക് ഈ നേരത്തെ വരണ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇപ്പം നോ എൻട്രിയാ. 6 മണിക്ക് മുമ്പ് ബർദ്ധമാൻ ടൗൺ പാസ്സാവണം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ വരണ വണ്ടിക്ക് ഇനി പോണ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ പനാഗഡ് ചെന്നിട്ട് പനാഗഡ് നിന്ന് പോകും. അപ്പോൾ ഒരു 40 കിലോമീറ്റർ കൂടും, ഒരു ടോളും വരും. പക്ഷെ അതിനൊക്കെ നല്ലത് ഇപ്പോൾ ബർദ്ധമാൻ വഴിയാണ് എല്ലാ വണ്ടികളും. ഞങ്ങളൊക്കെ ബർദ്ധമാൻ വഴിക്കാണ്. ഞാൻ പനാഗഡ് വഴിക്കും പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബർദ്ധമാൻ ടൗണിലേക്ക് പോണ വഴി. ഇവിടെ അടിപൊളി പെട്ട പാലാ പറഞ്ഞ. ഇതാണ് ബർദ്ധമാൻ ടൗണിലേക്ക് പോണ വഴി. നല്ല കട്ട ജാമാട്ടാ ബർദ്ധമാനിൽ. എന്താണെന്നറിയില്ല, 1 മണിക്കൂറായി ഇവിടെ ബ്ലോക്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അന്നങ്ങളിലെ വണ്ടി റോഡ് പണി അന്നങ്ങാൻ പറ്റണല്ലേ, അതേമാതിരി ജാമ. എന്താന്നറിയില്ല, മൊത്തം ജാമാട്ടാ. നല്ല ജാം എന്ന് പറഞ്ഞാൽ നല്ല ജാം. റോഡ് പണി കാരണമാണ്, ബർദ്ധമാനിൽ വഴിപ്പണി നടക്കണ കാരണമാണ് ഈ ജാം ഇങ്ങനെ പറഞ്ഞ. ആ ബ്ലോക്ക് മാറി നല്ല റോഡിലേക്ക് കയറി തോന്നുന്നു കേട്ടോ. നല്ല റോഡിലേക്ക് ഒന്ന് കയറി. ഇതാണ് ബർദ്ധമാൻ. ബർദ്ധമാൻ ടൗൺ. ബർദ്ധമാൻ ടൗണല്ല, ബർദ്ധമാൻ ബൈപ്പാസ്. കാലത്തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. നല്ല വിശപ്പ്. ചപ്പാത്തിയും പരിപ്പ് കറി. അവിടെ വണ്ടി അവിടെ റോഡിലെത്തിയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു, വണ്ടി എടുത്ത് പോകും. വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു. റേറ്റും വലിയ കാര്യമായിട്ടില്ല. 60 രൂപ എഴുതിട്ടു. പിന്നെ വണ്ടി എടുത്ത് പോട്ടെ. പാടങ്ങൾ കണ്ടോ, പാടങ്ങൾ കൊയ്തെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടേക്ക്. ഇതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വന്ന അരി കേട്ടോ. ഇത് ബർദ്ധമാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് അരി വരണം. കണ്ടമാനം മില്ലുകളും ഉണ്ട് കേട്ടോ. പാടങ്ങൾ ഇപ്പൊ അതിൻ്റെ അവസ്ഥയാണ്. അടുത്ത കൃഷികൾ സെറ്റപ്പ് കൊടുക്കും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന നാഷണൽ ഹൈവേയുടെ നമ്പറാണ് നമ്പർ 2 കേട്ടോ. 2ാം നമ്പർ ഹൈവേയാണ്. ബങ്കുറ, ഡാർജിലിംഗ്, ദുർഗാപൂർ. ഇത് ദുർഗാപൂർക്ക് 24 കിലോമീറ്റർ. ഇതാ ദുർഗാപൂർ ഭാഗത്ത് എവിടെ നിന്നാണെന്നാണ് ലോഡ് കയറ്റണം എന്ന് പറഞ്ഞാൽ. പാടങ്ങള് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് സെറ്റപ്പായിട്ട് കിടക്കണം. അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പാണ്. ഇപ്പൊ യാത്ര സ്ഥലത്താണ് പനാഗഡ് ആയിട്ടില്ല. പനാഗഡ് ഇനി കുറച്ചുകൂടി ഉണ്ട്. പനാഗഡ് ഇൻഡസ്ട്രിയൽ പാർക്ക്. പനാഗഡ് ഇൻഡസ്ട്രിയൽ പാർക്കാണത്. ബംഗാൾ മീൻസ് ബിസിനസ് ഇൻഡസ്ട്രി ഏരിയയാണത്.
പനാഗഡ് ഓപ്പണടാ കണ്ടതൊക്കെപ്പോ കണ്ടിട്ട് കുറെ പമ്പിൽ കുറെ TM വണ്ടികൾ നിർത്തിയിട്ടുണ്ട് അണ്ണന്മാർ വണ്ടികൾ. ഞാൻ നേരത്തെ ഭർത്തമാൻ കഴിഞ്ഞപ്പോഴേ പനാഗഡ് തിരിഞ്ഞ് നമുക്ക് ആസാമിലേക്ക് പോകുന്നുള്ളൂ, സിലിഗുഡി പോകുന്നു പറഞ്ഞു. അത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയാം. ഡാർജിലിംഗ് ബോർഡ് കണ്ടോ, ഡാർജിലിംഗ്. നമ്മളിപ്പോൾ ഒരു പാലത്തിലേക്ക് പറഞ്ഞാൽ ആ പാലം കയറാൻ പാടില്ല, ആ പാലം കയറാണ്ട് നമ്മൾ ലെഫ്റ്റ് തിരിയും. നമ്മൾ ആ വഴിക്കും നമ്മൾ ഈ കാലത്ത് വന്ന സമയത്ത് ബർദ്ധമാൻ നോയൻഡ്ര ബർദ്ധമാൻ കടത്തി വിടില്ല, ബർദ്ധമാനിലൂടെ പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ രാത്രി 10 മണി വരെ കിടക്കണം. രാത്രി 10 മണി വരെ കിടക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വഴിക്ക് പോയി ഇവിടുന്ന് ലെഫ്റ്റ് പോകും. ഇപ്പോൾ ഈ വണ്ടികളെല്ലാം പോണ വഴിക്കാം പരിധി കണ്ടോ. ഈ ലെഫ്റ്റ് പോയിട്ട് നേരെ രാംപൂർ ഘട്ട് എന്ന് കയറും. രാംപൂർ ഘാട്ട് അതായത് ബർദ്ധമാൻ എന്ന് പറഞ്ഞ വഴി തന്നെ കയറും. പക്ഷെ നമുക്കൊരു 40 കിലോമീറ്റർ നമ്മൾ കൂടുതൽ ഓടണമെന്ന് മാത്രം, 40 കിലോമീറ്റർ. അങ്ങനെ നമ്മളിപ്പോൾ പനാഗഡ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയില്ലേ, ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഈ റൈറ്റ് തിരി കറക്റ്റ് ഇവിടെ ഒരു വഴി കാണാം. അപ്പോൾ നമുക്ക് ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴിക്കാണ് കാണാം, അവിടെ ഒരു പച്ച ബോർഡ് കാണുന്നുണ്ടോ, ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. കാണാം പച്ച ബോർഡ് കേട്ടോ, ആ വഴിക്ക് ഹൈവേ കേട്ടോ. അങ്ങനെ നമ്മൾ പനാഗഡ് ഖരഗ്പൂർ 174 കിലോമീറ്റർ, ബങ്കുറ 53, ബോധഗയ 305. ബോധഗയ എന്ന് പറഞ്ഞാൽ ബീഹാറായി. ആ ഖരഗ്പൂർ ബോർഡ് കണ്ടില്ലേ, ഈ വഴിക്ക് ഖരഗ്പൂർ പോവാം. പക്ഷെ പോകാൻ പറ്റുമെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കണം. അവിടെ ഒരു പാലമൊക്കെ പോയി കിടക്കുകയാണ്, അത് ശരിയായിട്ടൊന്നും അറിയില്ല. ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വഴിക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് കൽക്കട്ട വഴിക്ക് തന്നെ പോകാം. 1300 കിലോമീറ്റർ ഡൽഹി. ഇത് ഡൽഹി റോഡാണ്, ഡൽഹി വാരണാസി ഒക്കെ പോണ വഴിയാണത്. നമ്മളങ്ങനെ ദുർഗാപൂർ ആവാറായിട്ടാ. ഇനി ദുർഗാപൂർക്ക് 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഫോറസ്റ്റ് പോലത്തെ സ്ഥലം ഡൽഹി. 1368 കിലോമീറ്റർ. അവിടെ നമ്മൾ 1300 തൊട്ട് പോയി 1300 കൊണ്ട് ഇവിടുത്തെ 1368. അസൻസോള് ദുർഗാപൂർ ആവാറായി. വെസ്റ്റ് ബംഗാളിൻ്റെ സ്റ്റേറ്റ് വണ്ടിയിട്ടാ പോണേ. ഓക്കെ, ദൂരം ഓടിട്ട വീടുകളാന്ന് ഓടിട്ട വീടുകൾ. നമ്മളിപ്പോൾ ദുർഗാപൂരായിട്ടാ. നമ്മൾ ടൗണിലൊന്നും പോകാൻ പറ്റില്ല, ബൈപ്പാസ് വഴി നമ്മൾ പോകണം. ഓടിട്ട വീടുകളുണ്ടോ ഇവിടെ? ഞാൻ കണ്ടമാനം ഓടിട്ട വീടുകളുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നമ്മളെ കാണുന്ന മൊത്തം ഓടിട്ട വീടുകളാണ്. എന്നോട് കാലത്തോടെ വരാൻ പറഞ്ഞാണ്. നമ്മളെങ്ങനെ വരാനാണ്? സമയം ഉണ്ടോ? 2 മണിയായി. നമ്മൾ കാലത്ത് വരാൻ പറഞ്ഞാൽ എങ്ങനെ വരാൻ? ഇവിടെ ഭയങ്കര ബ്ലോക്കല്ല റോട്ടിൽ. വേറെ അവിടെ ഓഫീസിൽ ഇട്ടാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഓടായി നിറഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോയി നോട്ടെ. ഇതുണ്ട് അവിടെ കുറേ എണ്ണം വണ്ടിയൊക്കെ എടുക്കണം. നമ്മുടെ വണ്ടിയുടെ കൊണ്ട് നമ്മൾ ഒതുക്കി. ആ ലോഡ് മിസ്സായോ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഓഫീസിലേക്ക് ഒന്ന് പോട്ടെ. അങ്ങനെ ബംഗാളി ചോറുണ്ട് കേട്ടോ. ബംഗാളി ചോറും മീൻ കറിയും. മുളകുണ്ടോ? മുളക് വെച്ചാൽ നോക്കിയാൽ ഇതുണ്ടോ? എവിടെ ഒറീസയിലും എവിടെ ചെന്നാലും ഇവിടെ മുളകിൻ്റെ വരുന്നുണ്ടോ? മുളക്, ഉപ്പ്. ഇവിടെ സ്റ്റിക്കർ വരച്ചാൽ നോക്കിയാൽ ഹോട്ടലിലവിടെ എന്തോ നല്ല അടിപൊളിയായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇട്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലാട്ടോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ ലോഡ് കയറ്റാൻ വേണ്ടി പോകട്ടെ കേട്ടോ. ലോഡ് കയറ്റാൻ വേണ്ടി പോകണം വണ്ടി എടുത്തിട്ട്. ഇതിപ്പോൾ എപ്പോൾ വന്ന വണ്ടിയാണ്? ഇവിടെ ലോഡ് ഇറക്കാൻ വേണ്ടി വന്നിട്ടുള്ള വണ്ടിയാണ്. ഈ ബായിനെയും കൂട്ടിയിട്ട് പോകണം ലോഡ് കയറ്റാൻ. ഗൈഡാണ്, ആളെയും കൂട്ടിയിട്ട് ലോഡ് കയറ്റാൻ വേണ്ടി പോകണം. ഞങ്ങളെ 2 വണ്ടിക്കാരെ ഇവിടെ പോലീസുകാർ പിടിച്ചിട്ടേക്കും. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല.
ഭയങ്കര പിരിവാണ് ഇവിടെ ബംഗാൾ പോലീസ്. അണ്ണനെ എന്നെയും പിടിച്ചൂടാ. അണ്ണന് 4000 രൂപ ഫൈൻ, മാമൂല് എനിക്ക് 2000 രൂപ. ഞാൻ ഇപ്പോൾ 2000 എടുത്തു. അണ്ണൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി പോവാ. ഇവിടെ ബംഗാൾ പോലീസ് ഭയങ്കര ശല്യാണ്. ഇங்கே ട്രാൻസ്ഫർ ഇതാ പോയി മണി ട്രാൻസ്ഫർ ഇതിൽ തന്നെ പോയി എടുക്കണേ. നീ ഇതുണ്ട നമ്മുടെ വണ്ടി അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പാലത്തടി പിടിച്ചു. അതിൻ്റെ തൊട്ട് പുറകിൽ മറ്റേ അണ്ണൻ വണ്ടി നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ പോലീസുകാർ ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കട്ടെ. അവിടെ പോയി വീഡിയോ പിടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് പിടിക്കണേ. ഭയങ്കര ശല്യമാണ് ഈ ബംഗാളിലെ പോലീസുകാരെ കൊണ്ട്. ഇതുകൊണ്ടോ നമ്മുടെ 2 വണ്ടി ഇവിടെ പിടിച്ചിട്ട് മണിക്കൂർ എത്രയെന്നറിയാം ഞങ്ങളെ പിടിച്ചിട്ട്. അവരിവിടെ നിങ്ങൾ പൈസ പഠിക്കും ഇങ്ങോട്ട് വരും. ഇപ്പോൾ എത്ര നേരം ആയതാണ് നമ്മുടെ 2 വണ്ടി ഇവിടെ പിടിച്ചിട്ട്. ഞാന്മാർ കണ്ട മൊബൈലൊക്കെ കൊണ്ടു. അതാണ് വേഗം ഇവിടെ കൊണ്ടുവന്നിട്ട് ഒളിപ്പിച്ച് പിടിക്കുന്നത്. നമ്മുടെ വണ്ടി വീണ്ടും പണി തന്നു കേട്ടോ. ഇതുണ്ടോ സാധനം പോയി. ഇതാ ഇലക്ട്രീഷ്യൻ വന്നിട്ട് വീണ്ടും നോക്കണം. ഇതാണ് ഇലക്ട്രീഷ്യൻ. ഇതിൽ പിന്നെ പോലീസുകാർ നിൽക്കുന്നിടത്ത് കൊണ്ട് സേഫ് ആയിട്ടെല്ലാം പാളത്തിനടിയിൽ നിൽക്കണ വണ്ടി. ഇവിടെ തൊട്ട് പുറയിൽ മറ്റേ വണ്ടിയുണ്ട്. നമ്മുടെ കുട്ടിയുടെ ഫ്രണ്ടെല്ലാം അഴിച്ചു. ഇവിടുത്തെ ഈ ഇലക്ട്രീഷ്യന്മാർ കുഴപ്പമില്ല. നല്ല ക്ലിയർ ആയിട്ട് അവർ നോക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഒക്കെ നോക്കുന്നുണ്ട്. ഇത് പണ്ടാരാന്നറിയില്ല. ഇതിപ്പോൾ മിനിഞ്ഞാന്ന് തുലാഘട്ട് വെച്ചിട്ടുണ്ടായി. നമ്മളെ അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി. ആ ഒപ്പം എയർ ഹോണും അയക്കുന്നുണ്ട്. ഇവിടെ വെസ്റ്റ് ബംഗാളിൽ കയറുന്ന വണ്ടിക്ക് എയർ ഹോൺ ഉണ്ടെങ്കിൽ ഭയങ്കര തലേ 10,000 രൂപയാണ് കേസ്. അപ്പോൾ ആ എയർ ഹോൺ ഉണ്ടായിരുന്ന കാരണം സംഭവം ഞാൻ എയർ ഹോൺ പറ്റി പഠിക്കാറില്ല. എയർ ഹോൺ ഉണ്ടായിരുന്ന കാരണം അവർ വെറുതെ നോക്കി അടിച്ചു. എയർ ഹോൺ ഉണ്ടായിരുന്ന 10,000 രൂപ ഫൈൻ പറഞ്ഞത്. ലാസ്റ്റ് 2000 രൂപ കൊടുത്തു. ആ വണ്ടിക്കും എയർ ഹോൺ അവന് 2-3 എയർ ഹോൺ അവന് 30,000 അടിച്ചു കൊടുത്തത്. എനിക്ക് പിന്നെ ആകെ ഈ ഒരു എയർ ഹോൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അയച്ചു തൊളാൻ പറഞ്ഞു. എൻ്റെ തല ഇവിടെ അടിച്ചിട്ട് ഓർമ്മ. ആ ഡോറ് തുറന്നു വെച്ചാൽ നമുക്ക് പോയി തട്ടി തത്തിക്കാണ്ട്. ഇപ്പോൾ തിക്കുന്നവർക്ക് ആകെ തലവേദന. ഇവിടെ പൊട്ടി ബായിതാണ് നമ്മുടെ ഇലക്ട്രീഷ്യൻ. ഈ ബായാണ്. ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് പറയണു. ഇത് അടുത്ത ബായി ഇതാളുണ്ടാവും. അത് ഹെൽപ്പർ ആളുടെ കൂടെ വന്നാൽ തല പൊട്ടി നല്ല വേദന കേട്ടോ. ഡോറ് മറ്റേ ഫ്രണ്ട് തുറന്നു വെച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടേ. തിക്കുന്നവർക്കും ബേളാന്ന് ഇവിടെ. അപ്പോൾ ഒരു വഴിക്ക് സമാധാനമില്ല. തൊഴിലേക്ക് ഭ്രാന്തായിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് ലോഡ് കയറ്റാൻ പോട്ടെ. ആ കാലത്ത് ആ പോലീസുകാർ വന്ന് പണി തന്നു പറഞ്ഞാൽ അത്ര. അത് കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ പണി അതാണ് കൂടി അടിപൊളി. കരക്കൂർ 170 കിലോമീറ്റർ ഈ വഴിക്ക് നമുക്ക് കരക്കൂർ പോവാട്ടോ. കനാലാണ്ടാ കനാല് ദുർഗാപൂർ കഷ്ടപ്പെട്ട കനാലോട്ടാ. ദുർഗാപൂർ വെൽക്കം ടു ദുർഗാപൂർ ബാരേജ്. ഘട്ട കനാലാ. ബായിനെ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കിയതാ. ബായി മോളാക്കണമെന്നുണ്ട്. ഇതാണെന്താ ദുർഗാപൂർ ബ്രിഡ്ജ്. ബാരേജ് ഉണ്ട്. ബാരേജ് വെള്ളം അവിടെ കെട്ടിക്കിടക്കണം. ആദ്യം പെട്ട സെറ്റപ്പാട്ടാ. എൻ്റെ ഈ മൊബൈൽ ഫോണിലായത് കാരണം ഈ ജെർക്കിങ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആ ബാരേജ് കഴിയാൻ വേണ്ടത് വരുന്നുണ്ട. പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അവിടുത്തെ ടൂറിസ്റ്റ് കയറ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ലൈൻ ബസ്സാണ്. ലൈൻ ബസ് അങ്ങനെ ലോകരുടെ കമ്മിയുടെ ഭാഗങ്ങളൊക്കെ ഓറായി തോന്നുന്നുണ്ട്. എന്തിലോടാന്നറിയില്ല. കമ്പിയാന്നൊക്കെ പറഞ്ഞു. അവിടെ ചിലപ്പോൾ വല്ല കമ്പി തന്നെ ഉണ്ടാക്കാനുള്ള ചില സാധനമാണെന്ന് അറിയില്ല. ഈ കൂടെ വരുന്നതാണെങ്കിൽ ഹിന്ദി സംസാരിക്കില്ല, ബംഗള മാത്രമേ സംസാരിക്കുള്ളൂ. ഇതാണ് ലോഡ് കയറ്റേണ്ട കമ്പനി. ഇവിടെ നിർത്താനാണ്. നിർത്തി കഴിഞ്ഞാൽ അടുത്ത പണി കിട്ടുമെന്നാ പേടി. ഒരു വല്ലാത്ത ട്രിപ്പ് ഇവിടെ പോയി. ട്രിപ്പ് ഇതാന്നറിയില്ല. ഞങ്ങൾ 2 വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതാണ് കമ്പനി, ലോഡ് കയറ്റേണ്ട കമ്പനി. ഈ പറഞ്ഞ വണ്ടിയിലൊക്കെ എന്തോ മണൽ പോലത്തെ എന്തോ സാധനമാണ്. ഇതെന്താ സാധനം നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ കയറ്റാൻ പോകുന്നതാണ് ഈ വണ്ടിയിൽ.
ഈ എണ്ണം ഇപ്പോൾ ഇയാൾ സിംഗിളാട്ടോ, ആ വണ്ടി എന്നെ പോലെ തന്നെ സിംഗിളാ. അത് ട്രിച്ചിക്കാണ്, എനിക്ക് തൂത്തുക്കുടി. നോക്കിയാ അണ്ണൻ്റെ വണ്ടി മേടിക്കുന്നതാണ്. നോക്കിയ ഒരാണി ഇതാരോ അടിച്ച് കയറ്റി വെച്ച മാതിരി ഇരിക്കില്ലേ? ആ അടിച്ച മാതിരി ഇരിക്കുന്നത്. നമ്മൾ ഈ കമ്പനി നല്ല കയറ്റുന്നത്, വേറെ ഏതാ കമ്പനിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. രണ്ട് കമ്പനിയിൽ നിന്ന് കയറ്റണം. വണ്ടി തിരിച്ച് നമ്മൾ പോവാണ്. ആ വണ്ടി ഈ കമ്പനിയിൽ നിന്ന് കയറ്റുന്ന പറയാം, എനിക്ക് ഞാൻ വേറെ ഏതാ കമ്പനിയിൽ നിന്ന് കയറ്റുന്ന പറയാം. എങ്ങനെയാ ഈ ട്രിപ്പ് ഒന്ന് ക്ലോസ് ആക്കിയാൽ ചേർത്തണം. നമ്മളങ്ങനെ ലോഡ് കയറുന്ന കമ്പനിയുടെ ഭാഗങ്ങൾക്ക് എത്തുന്നുണ്ട്. ബെട്ടപ്പെട്ട കമ്പനികൾ, ഇതെന്തൊരു ഇൻട്രസ്റ്റ് ഏരിയ ആണ്. നല്ലവണ്ണം കമ്പനികൾ കണ്ടു ഇവിടെ. എന്താ സാധനം കയറ്റണമെന്നൊരു പിടുത്തില്ല. ഇതാണ് ആ വഴിയുടെ ഒരു ഷോയോ. പതുക്കെ നടത്തിയേ പോകാൻ പറ്റുള്ളൂ. ഒരു ഇൻഡസ്ട്രി ഏരിയക്ക് പോണ വഴിയാണ്, നല്ലൊരു വഴി പോരാ ഇവിടെ ഇല്ല. അല്ല, ബംഗാളിലെ പൊതുവെ മൊത്തം റോഡ് വരെ നമ്മൾ കൽക്കട്ട കഴിഞ്ഞ് ബർദ്ധമാൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലത്തെ അവസ്ഥ വഴിക്ക് വരാം. നോക്കിയാൽ എന്തുമാത്രം നല്ലൊരു വണ്ടികൾ പറഞ്ഞ കമ്പനി. നോക്കിയാൽ ആ കമ്പനിയിൽ ഒരു അമ്പലം കണ്ടോ? അതാ പോലീസുകാർ പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആയി. ഭ്രാന്തായിട്ട് പാടില്ല. ഭക്ഷണം കഴിക്കട്ടെ. ബംഗാൾ ചോറാണ്. അവിടെ ഉണ്ട്, മുളകുണ്ട് കേട്ടോ. ഇവിടെ ബായിൻ്റെ കൂടെ അങ്ങനെ രണ്ടാളോട് കൂടി കഴിക്കട്ടെ. ഇവിടെ വണ്ടി ഇവിടെ ഈ കമ്പനി നിന്നാണ് ലോഡ് കയറ്റണേ. അപ്പോൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടാണ് കഴിക്കണേ. ഇന്ന് കയറ്റി തരും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളങ്ങനെ ലോഡ് കയറ്റുന്ന കമ്പനിയുടെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് നോക്കിയാൽ ചെളിയുടെ ബഹളാണ്. നല്ല മഴ പെയ്ത് കാരണമാണ്. എന്തോ റെയിൽവേയുടെ എന്തോ സാധനം എന്ന് പറയാം, റെയിൽവേക്കുള്ള എന്തോ സാധനം എന്ന് പറയാം. എന്താന്ന് പറയാം, കയറ്റും പറയാം. എന്താ സാധനം? ഇരുമ്പ് ഐറ്റംസ് ആണെന്നറിയാം. നമ്മുടെ ലോഡ് കയറ്റുന്ന സാധനം കണ്ടോ? ഇത് റെയിൽവേയുടെ മറ്റേ സാധനം ഉറപ്പിക്കില്ലേ, റെയിൽവേ പാളം ഉറപ്പിക്കില്ലേ, ആ ഉറപ്പിക്കുന്ന സാധനമാണ് ഈ ചാക്ക്. ഇതാണ് ഉണ്ടാക്കിയിട്ടാണ് കണ്ടോ. ഇതുണ്ടാക്കണ കമ്പനി അത്. അതിനകത്ത് കയറി വീഡിയോ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ സാധനം വരണുണ്ടോ? നമ്മുടെ റെയിൽവേ പാളം ഉറപ്പിക്കുന്ന സാധനമാണത്. ആണിപ്പോൾ ലോഡ് കയറണം. അത് കയറിപ്പോയി പിടിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ മാത്രം നമ്മളെ ആണ് അകത്തേക്ക് കയറ്റി വിടില്ല. മൊത്തം ഓയിലൊക്കെ ഒഴുകണുണ്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റൽ തുടങ്ങിട്ടാ. ലോഡ് കയറ്റൽ തുടങ്ങി. വലിയ ഹൈറ്റൊന്നും വരില്ല ഇത് ലോഡ് കണ്ടിട്ട്. ബോഡിക്കുള്ളിലുള്ള ലോഡ് ഉണ്ടാവുള്ളൂ. ഇതാണ് സാധനം. ഇത്ര ഹൈറ്റുള്ളൂ ലോഡിന്, ഇത്ര ഹൈറ്റുള്ളൂ. ഇതാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറുന്ന കാര്യം. റെയിൽവേ ട്രാക്ക് ഉറപ്പിക്കണം ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് ഈ സാധനം കണ്ട. ഇതാണ് സാധനം. ഇതിപ്പോൾ നമ്മളവിടെ കഴിയുമ്പോൾ ഒരു ചാക്ക് പൊട്ടിയപ്പോൾ ഒരു പാക്ക് ചെയ്യുക. ഇത്ര ഹൈറ്റ് ഉള്ളിലാണ്. അങ്ങനെ ഇവിടുത്തെ ലോഡ് കയറ്റി കഴിഞ്ഞു. ഇവിടെ ആകെ കുറച്ച് ലോഡുള്ളൂ. ഇനി അതിനപ്പുറത്തേക്ക് പോയിട്ട് വേറെ എവിടെയാണ് കമ്പനി പോയി ലോഡ് കയറ്റണം.
നമ്മളിനി രണ്ടാമത്തെ കമ്പനിക്ക് ലോഡ് കയറ്റാൻ പോയി. ഇന്നിന് കയറ്റി കിട്ടുമോ? പ്രാന്തായി എന്നുള്ളതാണ്. ആ മര്യാദയ്ക്ക് കൽക്കട്ടയിൽ നിന്ന് ലോഡ് കയറ്റി പോയാൽ മതിയായിരുന്നു. പുറത്തടുത്ത് ലോഡ് കയറ്റി രണ്ടാമത്തെ സ്ഥലത്തേക്ക് ലോഡ് കയറ്റാൻ പോകുന്നത്. എവിടെ പോയിട്ട് കയറ്റണാവോ? നമ്മളാ കട്ടറൊക്കെ ചാടി മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടെ പോയിട്ടാണോ കമ്പനി? ഇന്നലെ നമ്മൾ ആദ്യം ഒരു കമ്പനി പോയില്ല. ആ കമ്പനിയിലാണ് തോന്നുന്നിരിക്കും. ആ കമ്പനിയിലേക്കാന്ന് തോന്നുന്നുണ്ട് പോണ. നമ്മൾ ഇന്നലെ വന്ന വഴി തന്നെ എത്തിയിട്ടാ. ഞാൻ പറഞ്ഞു ഇന്നലെ കയറ്റി കമ്പനിയിലേക്കാന്ന് തോന്നുന്നു എനിക്ക് പോണ്ട. സർക്കിളിൽ എന്തിനുണ്ട് BJP കാരുടെ പരിപാടി? അപ്രകാരം എന്തിനാ ആകെ 4-3-7 ആളുണ്ട്. ആ 7 ഒരു 10 പേരുണ്ടോ മൊത്തം? ഒരു 10 പേരുണ്ട് മൊത്തം. എന്ത് പരിപാടിയാണെന്ന് അറിയില്ല. നമ്മളാ ഇന്നലെ പോയ കമ്പനിലേക്ക് തന്നെ പോണട്ടാ. എൻ്റെ ഈ ലോറി കാറ്റില് 2 ദിവസത്തെ വീഡിയോ കേട്ടോ. അത് ഞാൻ ഒറ്റ ദിവസമായിട്ട് എടുക്കുന്നത്. ഇന്നലെ വന്നാണ് ലോറി കാറ്റ്. നമ്മുടെ കൂടെ അണ്ണൻ്റെ ലോഡ് കയറ്റി കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇതാ കമ്പനിയിൽ നിന്ന് നമ്മുടെ കൂടെ വന്ന ഭായിയാണ്. ഇന്നലെ കയറ്റാൻ വന്ന കമ്പനി തന്നെ. മറ്റേ അണ്ണമണ്ടി അകത്തുണ്ട്. അണ്ണമണ്ടീനെ അപ്പുറത്തെ കമ്പനിക്ക് അകത്ത് തുറക്കുന്നുണ്ട്. ഇതിന് കയറ്റി കിട്ടുമോ? പണ്ടാറ് ഇവിടെ നിന്ന് കയറ്റേണ്ട കാര്യം സംശയം എനിക്ക് തോന്നണം. ഇത്ര നേരമായത് കാരണേ ഇതൊരു വല്ലാത്തൊരു പണിയായിപ്പോയിന്നേ. വണ്ടാറ് തുടങ്ങിയിട്ട് കയറ്റൽ വന്നിട്ട് എന്താ പകുതി ലോഡാണ് കയറ്റി വെച്ചത്. ഇത്ര ലോഡാണ് കയറ്റി വെച്ചാണ്. ഇത്ര ലോഡാണ് അവിടുന്ന് കയറ്റിയത്. ബാക്കിനി ഇവിടുന്ന് സന്ത ഇപ്പോൾ തീറ്റെല്ലാം കഴിഞ്ഞ ആൾക്കാർ പോണണ്ട. ഒരുപാട് പശുക്കളുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കുറേ എണ്ണം പോയാണ്. കുറേ പശുക്കളുണ്ട്. അവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടോ കഴുത്തുമ്മ കയറോ മറ്റേ മൂക്കയറോ ഒരു സാധനമില്ല അവർക്ക്. അവർ ഭംഗിയായിട്ട് നടന്ന് ഇതിൻ്റെ നടത്തിപ്പുകാരൻ പുറകിൽ അവിടെ ഉണ്ടാവും. അതിന് ആൾ മുന്നിൽ പോയെന്നറിയില്ല. എല്ലാവരെല്ലാം വരിയായിട്ട് നടന്ന് അങ്ങോട്ട് പൊക്കോളും. നമ്മുടെ വണ്ടിയാണല്ലോ നമ്മുടെ കൂടെ വന്ന അണ്ണൻ വണ്ടിയിട്ടാ. നമ്മുടെ വണ്ടി ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇന്നത്തെ കാര്യം തീരുമാനമായി തോന്നുന്നുണ്ട്. പണ്ടാറെങ്കിൽ പ്രാന്തായിട്ട് പാടില്ല. എന്താണെന്നറിയാം, ഈ ട്രിപ്പ് അവിടെ തുടങ്ങിയപ്പോൾ തൊട്ടേ കലിപ്പിൽ. എനിക്ക് ഇങ്ങനത്തെ ട്രിപ്പുകൾ തുടങ്ങണത് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ കലിപ്പിലാണ്. അവിടുന്ന് ലോഡ് കയറ്റി നമ്മൾ തമിഴ്നാട് എത്തിയപ്പോഴത്തേക്കും ലോഡ് ബംഗ്ലാദേശായി. പിന്നെ അതിൻ്റെ വർത്താനായി. പിന്നെ അത് കഴിഞ്ഞ് ലോഡ് ഇറക്കാൻ പോയെടുത്ത് വണ്ടി വഴിയിലിട്ടിട്ട് 2 മണിക്കൂർ വർത്താനം. അത് കഴിഞ്ഞ് ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് വർത്താനം. അവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വർത്താനം. നിൽക്കുന്നിറക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 ദിവസമായി. ഇപ്പോൾ നമ്മുടെ വണ്ടി പകുതിയായിട്ടുള്ളൂ. ഇന്ന് കയറ്റി കിട്ടിയാൽ മതിയായിരുന്നു. നമ്മളങ്ങനെ ഇന്നത്തെ ലോഡ് കയറ്റിൽ തുടങ്ങി. ഇന്നെങ്ങനെ ഇന്ന് കയറ്റി ഒന്ന് ഇവിടെ വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ പ്രാന്തായിട്ട് പാടില്ല. അതുകൊണ്ട് ഇത് ആനാണ് കയറ്റേണ്ടത്. നമ്മൾ ഇന്നലെ വണ്ടി കൊണ്ട് നിർത്തി. ഇന്നലെ കയറ്റിയില്ല. ആ കമ്പനി തൊട്ട് ഇപ്പുറത്തെ കമ്പനിയിലേക്ക് മാറ്റിയിട്ടു. അതൊക്കെ സാധനങ്ങളെല്ലാം സെറ്റപ്പാക്കിക്കൊണ്ട് നിൽക്കേണ്ടവർ. 3 ദിവസമായി ലോഡ് കയറ്റി തുടങ്ങിയിട്ട്. ആദ്യം പിന്നെ കയറ്റിയില്ല. ഇന്നലെ തൊട്ടാണ് ലോഡ് കയറ്റി തുടങ്ങിയത്. ഇന്നലെ പകുതി കയറ്റി. ബാക്കി ഇന്ന് കയറ്റി വിട്ടാൽ മതിയായിരുന്നു. പ്രാന്തായിട്ട് പോയിട്ടില്ല. കാരണം ഇവിടുത്തെ 2 ലോഡ് കയറ്റി തുടങ്ങി. പണിക്കാരൊക്കെ വന്ന് നിൽക്കണം സെറ്റപ്പായിട്ട്. ഇത് 3-ാമത്തെ ദിവസമാണ് ഈ ഒരു ലോഡ് കയറ്റി തുടങ്ങിയിട്ട്. ആദ്യത്തെ ദിവസം പിന്നെ കയറ്റില്ല. ഇന്നലത്തെ ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ ലോഡ് കയറ്റി കഴിയാറായിട്ടാ. ആ ബേക്കിലത്തെ ആംഗ്ലറൊക്കെ നമ്മൾ വലിച്ചു പൊട്ടിച്ചാൽ മതി. മൊത്തം ഇതാണ് സംഭവം. റെയിൽവേയുടെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന സാധനമല്ല. മറ്റേ അടിയിലെ ലോക്ക് പിടിപ്പിക്കുന്ന സാധനം. അത് റെയിൽവേ പാളത്തിൻ്റെ അതിനകത്താണ് കമ്പനി ഉണ്ടാക്കുന്ന കമ്പനി.
ഒരു വൃത്തിയോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു കമ്പനിയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി ഇവിടുന്ന് പുറത്തിറങ്ങിയായിരുന്നു, മടുത്ത് പോരാ പോവും. നമ്മുടെ ലോഡ് കയറ്റി കഴിഞ്ഞ് പറയെടുപ്പാണ് അതിനകത്തോടെ നടന്നിട്ട്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ഈ ഇത്രയും പോകുന്ന ഈ കമ്പനിക്ക് അതിന് 10 സ്ഥലത്തിട്ട് ലോഡ് കയറ്റി. 10 അല്ലെന്ന് എനിക്ക് തോന്നാൻ. അങ്ങോട്ട് തിരിക്കിയിട്ട് പ്രാന്താക്കുന്നതാണോ പരിപാടി കഴിഞ്ഞങ്ങനെ. ഇതാണ് നമ്മുടെ വണ്ടിയിൽ കയറ്റി ലോഡ്. ഇനി പായിട്ട് ഇടണേ. ഞാൻ ലോഡ് കയറ്റി കമ്പനി പുറത്തേക്ക് ഇറക്കി. ഇതാണ് നമ്മൾ ആ ലോഡ് കയറ്റിയ കമ്പനി. എൻ്റെ പൊന്നോ 3 ദിവസമായി ലോഡ് കയറ്റി തുടങ്ങിയിട്ട്. എനിക്ക് മടുത്ത് പോയി ഈ ട്രിപ്പ്, വെറുത്ത് പോയി. അതായത് ഈ ട്രിപ്പ് ഞാൻ പോലെ അവിടുന്ന് തുടങ്ങിയപ്പോൾ തൊട്ടേ പ്രശ്നങ്ങളാണ്. ഇനി പായിട്ട് ഇടട്ടെ. അങ്ങനെ നമ്മൾ പായെല്ലാം ഇട്ടെല്ലാം കെട്ടിയെല്ലാം പരിപാടിയും കഴിഞ്ഞു. മറ്റേ നമ്മുടെ മുന്നിൽ കയറ്റിയ വണ്ടിയൊക്കെ ഇങ്ങനെ പായിട്ട് കെട്ടിയേ. കാരണം ഞാനും ഇങ്ങനെ പായിട്ട് കെട്ടി. ഇന്നും നമ്മൾ വീണ്ടും ബംഗാൾ ചോറുണ്ട് കേട്ടോ. ഇവിടെ മീനൊന്നുമില്ല. ഇവിടുത്തെ ഹോട്ടലിൻ്റെ അവസ്ഥയൊക്കെ കണ്ടാൽ നമ്മുടെ ബോധം പോകും. ജാതി വെറൈറ്റി ഹോട്ടലാണ്. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടല്. ഇതാണ് ഭക്ഷണം കഴിച്ച ഹോട്ടല്. ജാതി അടുത്ത വൃത്തിയും എടുപ്പൊക്കെ എല്ലാം കണ്ടാൽ നമ്മുടെ ബോധം പോകും. ഇനി അങ്ങോട്ട് പോട്ടെ. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് കിടക്കണം. അങ്ങോട്ട് പോകണം, കുറേ ദൂരം. ഇതാണ് നമ്മൾ ഇന്നലെ വന്ന് കിടന്ന കമ്പനി. ലോഡ് കയറ്റാൻ വന്ന് ഇവിടെ വന്ന് കിടന്ന്. ഇതവിടുത്തെ സെക്യൂരിറ്റിക്കാരാണ്. നമ്മുടെ വണ്ടി അപ്പുറത്ത് ലോഡ് കയറ്റി നിൽക്കണം. आपको बंगला मालूम नहीं भैया, वो हिंदी में बोलो, हिंदी में बोलो, हिंदी बात करो, हिंदी हमको मालूम है. हम लोग का बंगला भाषा आप समझ नहीं आता. मैं क्या करती है ये വന്ന് എൻ്റെ കൂടെ വന്നിട്ട് എന്തൊക്കെയോ ബംഗ്ലയിൽ പറഞ്ഞു. ഇക്കൊരു പോകും ബംഗ്ലാ അറിയില്ല. ഹിന്ദിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റുക. നമ്മളെ മറ്റേ അണ്ണൻ വണ്ടി അകത്ത് കിടക്കുന്നുണ്ട്. ആ വണ്ടി അകത്ത് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ബില്ലൊക്കെ കിട്ടി പുറത്തേക്ക് പോകണമെങ്കിൽ വൈകുന്നേരം ആവും. ഇനി പോയിട്ട് വീണ്ടും പോയി വെയിറ്റ് അവിടെ കിടക്കെ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളങ്ങനെ ലോഡെല്ലാം കയറ്റി ബില്ലെല്ലാം കിട്ടി. ബില്ലൊക്കെ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയേ. ബില്ലൊക്കെ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് എല്ലാം പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കേട്ടോ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി യാത്ര തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഇനി നാളെ പകലത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. അപ്പോൾ ഈ കേട്ടോ ഇവിടെ ലോഡ് കയറ്റാൻ പറ്റും പെട്ടുപോയിന്ന്. മൂന്നാമത്തെ ദിവസമാണ് ലോഡ്. ഒരു ദിവസം വരെ കയറ്റില്ല. ഇന്നലെ 2 ദിവസമായിട്ട് കയറ്റി ലോഡ് 2 കമ്പനിയിൽ നിന്ന്. അപ്പോൾ പോട്ടെ കേട്ടോ. ഇവിടെയൊക്കെ കണ്ടമാനം കമ്പനികളുണ്ട്. അപ്പോൾ ഇന്ന് നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ.